ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങിക്കുന്നതുമൊക്കെ തെറ്റാണെന്ന് നിനക്കെന്താ സാവിത്രി അറിയില്ലേ എന്ന് രാജലക്ഷ്മി അമ്മ ചോദിക്കുമ്പോൾ സാവിത്രി പറയുകയാണ്, അങ്ങനെയൊന്നും ഇവിടെ ഇല്ല. തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് രാജലക്ഷ്മി അമ്മ ചോദിക്കുമ്പോൾ സാവിത്രി പറയുകയാണ്, അതെ, അവളുടെ കഴുത്തിലെ താലി അങ്ങ് പൊട്ടിച്ചു കളഞ്ഞ് അവക്കിട്ട് 2 കൊടുത്ത് അങ്ങോട്ടേക്ക് തിരിച്ചു വിടും, അത്ര തന്നെ. ഇത് കേൾക്കുന്ന രാജലക്ഷ്മി അമ്മയും നന്ദിനിയും മീനാക്ഷിയും ഞെട്ടലോടെ നിൽക്കുകയാണ്. അതേസമയം ഇതെല്ലാം തന്നെ തൻ്റെ ഫോണിൽ ഇതിനോടകം പകർത്തിയിട്ടുണ്ടായിരുന്നു മീനാക്ഷി. തുടർന്ന് മീനാക്ഷി മനസ്സിൽ പറയുകയാണ്, കൊള്ളാം, ഇവർക്കിട്ടുള്ള പണി ഇത് തന്നെ. പിന്നീട് കാണിക്കുന്നത് രാജലക്ഷ്മി അമ്മയും നന്ദിനിയുമാണ്. നന്ദിനി ചോദിക്കുകയാണ്, അമ്മേ, സാവിത്രി പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും, നമ്മളിപ്പോൾ എന്താ ചെയ്യുക? എൻ്റെ നന്ദിനി, നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഒരെണ്ണം കിട്ടിയാലേ 2 തിരിച്ചു കൊടുക്കുന്ന സ്വഭാവമാ മീനാക്ഷിയുടേത്. അമ്മേ, എന്തായാലും നമ്മളത് മീനാക്ഷിക്ക് കൊടുക്കാൻ വച്ചിരിക്കുന്ന പണമല്ലേ, അതങ്ങ് കൊടുത്തേക്കാം. 1 വർഷത്തെ ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് ഞാനത് അന്ന് തന്നെ ബാങ്കിൽ ഇട്ടിരുന്നു. ഇനി 1 വർഷം കഴിയാതെ അതെടുക്കാൻ സാധിക്കില്ല മോളെ. നമുക്ക് വേണമെങ്കിൽ ലോക്കറിൻ്റെ പാസ്ബുക്ക് സാവിത്രി ഏൽപ്പിക്കാമെന്ന് രാജലക്ഷ്മി അമ്മ പറയുമ്പോൾ നന്ദിനി പറയുകയാണ്, അത് വേണ്ടമ്മേ, അമ്മ തന്ന കുറച്ച് സ്വർണം എൻ്റെ ലോക്കറിൽ ഇരിപ്പുണ്ട്. അതെന്താണെങ്കിലും മീനാക്ഷിക്കുള്ളതല്ലേ, നമുക്കത് കൊടുത്താലോ? എന്നാൽ നമുക്ക് നാളെ തന്നെ ചെന്ന് എടുത്തു കൊടുക്കാമെന്ന് നന്ദിനിയും രാജലക്ഷ്മി അമ്മയും ഒരേപോലെ പറയുന്നു. തുടർന്ന് സാവിത്രി ഇന്ദ്രജയെ വിളിച്ച് കാര്യങ്ങളെല്ലാം അറിയിക്കുകയാണ്. നാളെ ഇവിടുത്തെ മാനസപുത്രി കൃഷ്ണപുരം ബാങ്ക് വരെ പോകുന്നുണ്ട്. ലോക്കറിൽ നിന്നും പരമ്പരാഗതമായി കിട്ടിയ സ്വർണ്ണാഭരണങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. പറഞ്ഞു വരികയാണെങ്കിൽ അതെനിക്ക് കിട്ടേണ്ടതാ. ഇപ്പോൾ അവര് മീനാക്ഷിക്ക് കൊടുക്കാൻ പോകുന്നത്. ഇത് കേൾക്കുന്ന ഇന്ദ്രജ പോകുന്ന ബാങ്കിനെ കുറിച്ചും മറ്റുമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുകയാണ്. ബാങ്കിലേക്ക് വരുന്ന നന്ദിനി തിരിച്ച് ചെമ്പകമംഗലത്തേക്ക് വരില്ലെന്ന് ഇന്ദ്രജ സാവിത്രിക്ക് ഉറപ്പു നൽകുന്നു. വരരുത്, പക്ഷേ എൻ്റെ സ്വർണങ്ങളെല്ലാം കൃത്യമായി ഇവിടെ തന്നെ എത്തണം. വാക്ക് പറയുന്നത് ഇന്ദ്രജയാ, വാക്ക് പാലിച്ചിരിക്കുമെന്ന് ഇന്ദ്രജ പറയുന്നു. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് മൈഥിലിയെയാണ്. വിഷമത്തോടെ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്ന മൈഥിലിയുടെ അടുത്തേക്ക് മണിയമ്മ ചെല്ലുകയാണ്. മോളെ, നമുക്ക് നാളെ തന്നെ ബാങ്കിൽ പോകണം. സ്വർണങ്ങളൊന്നും അധിക നാള് നമുക്ക് വീട്ടിൽ വെച്ചിരിക്കാനാകില്ല. നമുക്ക് 3 പേർക്കും കൂടി പുറത്തേക്ക് പോകേണ്ട ആവശ്യം വന്നാൽ എന്തു ചെയ്യും? അതിനെന്താമേ, നമുക്ക് നാളെ തന്നെ പോയി ലോക്കറിൽ വയ്ക്കാമെന്ന് മൈഥിലി പറയുന്നു. അതേസമയം വൈശാഖ് അങ്ങോട്ടേക്ക് വരികയാണ്. അല്ല, എന്താ അമ്മ പറഞ്ഞിട്ട് പോയതെന്ന് വൈശാഖ് ചോദിക്കുമ്പോൾ മൈഥിലി പറയുകയാണ്, അത് പിന്നെ ആ സ്വർണം ലോക്കറിൽ വെക്കുന്ന കാര്യമാ പറഞ്ഞത്. മൈഥിലി, നീ ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി ആലോചിക്ക്. ആ സ്വർണം എടുക്കുന്ന കാര്യം. എൻ്റെ വൈശാഖെ, ഇതിനൊന്നും ഞാൻ ഒരിക്കലും കൂട്ടു നിൽക്കില്ല. ഇങ്ങനെയുള്ള ചതിയൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ലെന്ന് മൈഥിലി പറയുമ്പോൾ വൈശാഖ് പറയുകയാണ്, അതിലും വലിയ ചതി ചെയ്തിട്ടാണല്ലോ നീ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഞാൻ അങ്ങനെ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിലേ അതിൻ്റെ കാരണക്കാരൻ നീയാണ് എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചത്. മര്യാദയ്ക്ക് വിവാഹം കഴിഞ്ഞ് കാർത്തിയുമായിട്ട് ഞാൻ ഒരുമിച്ച് ജീവിക്കുകയായിരുന്നില്ലേ? ആ സമയത്തല്ലേ നീ അങ്ങോട്ടേക്ക് കയറി വന്നത്? അതോടെ എല്ലാവരുടെ മുമ്പിൽ ഞാൻ കൊള്ളരുതാത്തവളായി. എല്ലാത്തിനും കാരണം നിന്നോടുള്ള സ്നേഹം മാത്രമാണ്. മനക്കരുത്തുള്ള ഒരാണിൻ്റെ കൂടെയാ ഒരു പെണ്ണ് ജീവിക്കേണ്ടത്. സ്വന്തമായിട്ട് ജോലി ചെയ്ത് ഭാര്യയെ നോക്കാൻ സാധിക്കണം. നീയോ ചതിയിലൂടെയും വഞ്ചനയിലൂടെയും എങ്ങനെ കാശുണ്ടാക്കാം എന്നാണ് ആലോചിക്കുന്നത്. കാർത്തിയോട് ഞാൻ ചെയ്തതെല്ലാം വലിയ വലിയ തെറ്റുകളാണ്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. ബാങ്കിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ് നന്ദിനി. അതേസമയം അങ്ങോട്ടേക്ക് കാർത്തി വരുമ്പോൾ രാജലക്ഷ്മി അമ്മ പറയുകയാണ്, നിന്റെയും മീനാക്ഷിയുടെയും കല്യാണത്തിന് നിനക്ക് ഒന്നും ഞങ്ങൾ തന്നില്ലല്ലോ. അതുകൊണ്ട് ലോക്കറിൽ ഇരിക്കുന്ന കുറച്ച് സ്വർണം മീനാക്ഷിക്ക് നൽകാമെന്നാ ഞങ്ങൾ കരുതുന്നത്. നിങ്ങൾ തരുന്നത് മുക്കുപണ്ടമാണോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രതിനിധിയായിട്ട് എൻ്റെ അമ്മ നിങ്ങളുടെ ഒപ്പം വരുമെന്ന് കാർത്തി പറയുന്നു. ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സാവിത്രി. എന്നെ കൊണ്ടൊന്നും പറ്റില്ലെന്ന് പറഞ്ഞ് ഒഴിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കാർത്തി സാവിത്രിയെ നിർബന്ധിച്ച് കൂടെ അയക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ബാങ്കില് ലോക്കർ സൗകര്യം തിരക്കി വന്നിരിക്കുന്ന മൈഥിലിയെയും മണിയമ്മയുമാണ്. അങ്ങനെ മണിയമ്മയ്ക്ക് ഒരു ഫോം ഫില്ല് ചെയ്യാൻ കൊടുക്കുമ്പോൾ മണിയമ്മ അത് മൈഥിലിയെ ഏൽപ്പിക്കുന്നു. അതേസമയം നന്ദിനിയും സാവിത്രിയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. അവരെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് മൈഥിലി. എൻ്റെ ദൈവമേ, ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഇപ്പോൾ എന്താ ചെയ്യുക എന്ന് മൈഥിലി മനസ്സിൽ പറയുന്നു. അതേസമയം അകത്തെ ഫോമെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം മണിയമ്മയുടെയും മൈഥിലിയുടെയും അടുത്ത് വന്നിരിക്കുകയാണ് സാവിത്രിയും നന്ദിനിയും. അവരെ കണ്ട് ഭയത്തോടെ ഇരിക്കുകയാണ് മൈഥിലി. പിന്നീട് കാണിക്കുന്നത് ഇന്ദ്രജയാണ്. ഇന്ദ്രജ തൻ്റെ ആളുകളെ വിളിക്കുകയാണ്. കൃഷ്ണപുരം ബാങ്കിൽ നിന്നും ഒരു പെട്ടിയിൽ സ്വർണവുമായിട്ട് ഒരു പെണ്ണിപ്പോൾ ഇറങ്ങും. അവളുടെ കയ്യിൽ നിന്നും ആ പെട്ടി വാങ്ങിയിട്ട് അവളെ കൊന്നിട്ട് നിങ്ങൾ ആ സ്വർണത്തിൻ്റെ പെട്ടി എനിക്ക് കൊണ്ട് തരണം. അത്രയും പറഞ്ഞ് ഇന്ദ്രജ കോള് കട്ട് ചെയ്യുമ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്,
അല്ല, ഭർത്താവിനെയും മക്കളെയും ഗൾഫിലാക്കിയിട്ട് നീ എന്താ ഇവിടെ അധോലോക റാണിയാകാനാണോ നിൽക്കുന്നത്? നിന്റെ അനിയത്തി മാധുരി മരിച്ചത് ഒരു ആക്സിഡന്റിലൂടെ മാത്രമാണ്. അല്ലാതെ നീ വിചാരിക്കുന്നത് പോലെ ചെമ്പകമംഗലത്തിലുള്ളവരല്ല അതിന്റെ പിന്നിലെ കാരണങ്ങളൊന്നും. നീ എന്ന് അത് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കുന്നോ അന്ന് മാത്രമേ നീ ഒരു മനുഷ്യനാകൂ എന്നൊക്കെ അദ്ദേഹം ദേഷ്യത്തോടെ പറയുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.